നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ 18th ലോക്സഭാ ഇലക്ഷൻ നടക്കുകയും അതിന്റെ റിസൾട്ട് ഡിക്ലെയർ ആവുകയും ചെയ്തു അല്ലേ. ലോക്സഭയിൽ ആകെ മൊത്തം 543 സീറ്റുകളാണുള്ളത്. ഇതിൽ 272 സീറ്റോ അതിൽ കൂടുതലോ കിട്ടുന്ന പാർട്ടിക്കോ മുന്നണിക്കോ ആണ് സർക്കാർ രൂപീകരിക്കുന്നതിനും ഇന്ത്യയെ ഭരിക്കാനും സാധിക്കുന്നത്. ഇങ്ങനെ ഒരു ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് പുതിയൊരു ഗവൺമെന്റ് രൂപീകരിക്കുന്നത്? ഇതിനെയാണ് ഹങ് പാർലമെന്റ് അല്ലെങ്കിൽ തൂക്ക് സഭ എന്ന് പറയുന്നത്. ഈ ഒരു അവസരത്തിൽ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് പ്രസിഡന്റ് ആണ്. അപ്പോൾ പ്രസിഡന്റ് ഈ ഒരു അവസരത്തിൽ പ്രസിഡന്റിന്റെ ഡിസ്ക്രിഷണറി പവർ അല്ലെങ്കിൽ വിവേചനാധികാരം ഉപയോഗിക്കുന്നു. പക്ഷേ പ്രസിഡന്റിന് താല്പര്യമുള്ള രീതിയിൽ ഗവൺമെന്റ് രൂപീകരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ ഒരു അവസരത്തിൽ പ്രസിഡന്റ് ആദ്യം എന്താണ് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ പാർട്ടി ഏതാണോ അവരെ സമീപിക്കുകയും അവരെ ലോക്സഭ ഉണ്ടാക്കാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇനി അവർ പറയാണ് ഞങ്ങൾക്ക് താല്പര്യമില്ല സർക്കാർ രൂപീകരിക്കാൻ എന്ന് പറയുകയാണെങ്കിൽ പ്രസിഡന്റ് അടുത്ത ഓപ്ഷനിലേക്ക് പോകുന്നു. അതാണ് പോസ്റ്റ് പോൾ അലയൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പോസ്റ്റ് പോൾ അലയൻസസ്? അതുവരെ ഇലക്ഷൻ വരെ യാതൊരു ബന്ധവും ഇല്ലാതെ കിടന്ന പാർട്ടികൾ കൂടിച്ചേർന്ന് എന്ത് ചെയ്യുന്നു? ഒരു അലയൻസസ് ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഉണ്ടായ അലയൻസസുകളിൽ ഏത് അലയൻസിനാണോ കൂടുതൽ സീറ്റ് അവരെ വീണ്ടും പ്രസിഡന്റ് ഈ ഗവൺമെന്റ് രൂപീകരിക്കാൻ ക്ഷണിക്കുന്നു. പിന്നീട് അവരും പറയുകയാണ് അവർക്കും ഗവൺമെന്റ് രൂപീകരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ പ്രസിഡന്റ് അടുത്ത പ്രിഫറൻസിലേക്ക് പോകുന്നു. ഇങ്ങനെ എല്ലാ പ്രിഫറൻസസും ഫെയിലായി പുതിയൊരു ഗവൺമെന്റ് രൂപീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് പ്രസിഡന്റിന് മനസ്സിലാവുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഈ ഒരു ലോക്സഭ പിരിച്ചുവിട്ട് പ്രസിഡന്റ് പുതിയൊരു ഇലക്ഷൻ നടത്തുന്നതിനായിട്ട്, അതായത് റീ ഇലക്ഷൻ നടത്തുന്നതിനായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യത്തെ റിസൾട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ, അതായത് 2014ലെയും 2019ലെയും റിസൾട്ട്സ് പോലെ തന്നെ NDA തന്നെയാണ് ഭരണത്തിലേക്ക് എത്തുന്നത്. പക്ഷെ എന്താണ് ഇവിടെ ഡിഫറൻസ് വരുന്നത്? NDA എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന പ്രധാനപ്പെട്ട പാർട്ടികളാണ് BJP, TDP, JDU എന്ന് പറയുന്നത്. അപ്പോൾ 2014ലെ റിസൾട്ട് നോക്കുമ്പോൾ BJP എന്ന് പറയുന്ന ഒറ്റ പാർട്ടിക്ക് തന്നെ 272 എന്ന് പറയുന്ന ആ മാജിക് സീറ്റ് നമ്പർ ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവരുടെ അപ്രാവശ്യത്തെ കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് 282 ആയിരുന്നു. നെക്സ്റ്റ് ഇയർ ആയിട്ടുള്ള 2019 ആ വർഷവും 272 ക്രോസ് ചെയ്ത് 303 എന്ന് പറയുന്ന നമ്പറിലേക്ക് BJP എന്ന് പറയുന്ന ഒറ്റ പാർട്ടിക്ക് എത്താൻ സാധിച്ചു. അപ്പോൾ BJPക്ക് തന്നെ എന്തുണ്ടായിരുന്നു? കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം BJPക്ക് കേവല ഭൂരിപക്ഷമില്ല. NDAയിലെ BJPക്ക് 240 സീറ്റുകളാണ് കിട്ടിയത്. മറ്റു പ്രധാന പാർട്ടികളായ ചന്ദ്രബാബു നായിഡുവിന്റെ TDPക്ക് 16 സീറ്റും നിതീഷ് കുമാറിന്റെ JDUവിന് 12 സീറ്റുകളുമാണ് കിട്ടിയത്. ബാക്കി എല്ലാ അലയൻസസുകളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ചേർന്ന് ആകെ 303 സീറ്റുകളാണ് NDAക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ 2014ലെയും 19ലെയും 2024ലെയും റിസൾട്ടുകൾ അനലൈസ് ചെയ്യുമ്പോൾ BJPക്ക് കേവല ഭൂരിപക്ഷമില്ല. പക്ഷേ ബാക്കി എല്ലാ അലയൻസസുകളും ചേർത്തിട്ടാണ് NDA ഭരണത്തിലേക്ക് എത്താനായിട്ട് പോകുന്നത്. അപ്പോൾ 2014ലെയും 19ലെയും പോലെ തന്നെ NDA തന്നെയാണ് ഇപ്രാവശ്യം ഭരണത്തിലേക്ക് എത്തുന്നത്. പക്ഷെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ മുൻ വർഷങ്ങളിൽ BJPക്ക് കൃത്യമായ കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മന്ത്രിമാരെ തീരുമാനിക്കുന്നതിനും ലോക്സഭയിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനും കൃത്യമായിട്ടുള്ള മുൻഗണന ലഭിക്കുമായിരുന്നു. ഇനി അവരുടെ കക്ഷിയിൽ നിന്നും ആരെങ്കിലും കൊഴിഞ്ഞു പോയാലും അവരെ അത് ബാധിക്കുന്ന പ്രശ്നമായിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം എങ്ങനെയാണ്? BJPക്ക് കേവല ഭൂരിപക്ഷമില്ല. അപ്പോൾ മന്ത്രിമാരെ തീരുമാനിക്കുന്നതിനും ലോക്സഭയിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനും BJPക്ക് ബാക്കിയുള്ള കക്ഷികളെ കൂടെ നിർത്തേണ്ടതായിട്ട് വരും. അപ്പോൾ മന്ത്രിമാരെ തീരുമാനിക്കുന്നതിനും ലോക്സഭയിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനും BJPക്ക് ബാക്കി കക്ഷികളുടെ തീരുമാനങ്ങൾ കൂടി കൈക്കൊള്ളേണ്ടതായിട്ട് വരും. ജനാധിപത്യത്തിന്റെ ശക്തിയും സൗന്ദര്യവും ഒരേപോലെ പ്രതിഫലിച്ച ഇലക്ഷൻ ആയിരുന്നു നമ്മൾ കണ്ടത്. ഇനിയുള്ള വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കിക്കാണാം.